കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഗലാത്യ ലേഖനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്നത് ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായമാണ്. അപ്പോസ്തലനായ പൗലോസ് ചില പ്രായോഗിക വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ഇടയിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളെ ദൈവസഭയെ പ്രബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ള ആ വ്യക്തിയെ, നിങ്ങൾ വിശുദ്ധരും നീതിമാന്മാരും വീഴാത്തവരുമെന്ന ചിന്ത ലവലേശവുമില്ലാതെ, എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ എന്തോ ആണ്, എനിക്കൊരിക്കലും വീഴ്ച ഭവിക്കത്തില്ല, ഞാൻ വീണിട്ടില്ല, അതുകൊണ്ട് ഞാൻ വലിയ എന്തോ ആളാണ് എന്നൊന്നും കരുതാതെ ആ മനുഷ്യനെ സൗമ്യതയുടെ ആത്മാവിൽ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ തന്നെ നീതിയിലേക്കും സത്യത്തിലേക്കും റെസ്റ്റോർ ചെയ്യണം, യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ നീയും വീഴാതെ സൂക്ഷിക്കുക എന്നതും പൗലോസ് ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുകയാണ്. അതേ പരീക്ഷയിൽ, അതേ പ്രലോഭനത്തിൽ നീയും വീണു പോകരുത്. കാരണം അവൻ വീണത് പ്രലോഭനം കാരണമാണ്. അവൻ വീണതൊരു പരീക്ഷയിൽ അകപ്പെട്ടു പോയതാണ്. ആ പരീക്ഷയിൽ നീയും അകപ്പെട്ടു പോകാതെ അവനെ ആ പരീക്ഷയിൽ വീണ സ്ഥലത്ത് നിന്ന് യഥാസ്ഥാനപ്പെടുത്തുക എന്ന ഒരു വലിയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെക്കുകയാണ്. അതിന് കാരണം നമുക്കറിയാം. ആ ഗലാത്യ സഭയിൽ പലരും വിശ്വാസത്താലുള്ള നീതി എന്ന അനുഭവത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ എന്ന അടിമത്വത്തിലേക്ക് വീണുപോയി. അവരെ യഥാസ്ഥാനപ്പെടുത്തി സൗമ്യതയോടെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് സഭയെ പൗലോസ് ഏൽപ്പിക്കുന്നത്. തമ്മിൽ ഭാരം ചുമക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞത്. തമ്മിൽ ഷെയർ ഈച്ച് അതേഴ്സ് ബേർഡൻ. മറ്റുള്ളവരെ ഭാരത്തെ പങ്കുവെക്കുക, ഭാരത്തെ ഒന്ന് ചുമക്കുക, കൈത്താങ്ങുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ, ദ ലോ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പൗലോസ് അവിടെ പറയുക. സോ തമ്മിൽ ഭാരം ചുമക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. ഒരു പുതിയ പ്രമാണത്തെ പൗലോസ് അപ്പോസ്തലൻ പരിചയപ്പെടുത്തുകയാണ്, ക്രിസ്തുവിൻ്റെ പ്രമാണം. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള അത്താഴവേളയിൽ ശിഷ്യന്മാരുമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ തരുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായി എന്ന് അതിൻ്റെ താഴെ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ രക്ഷിപ്പാൻ പ്ലാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാളെ വീണുപോയൊരു മനുഷ്യനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവം എന്തായിരിക്കണമെന്ന് അടുത്ത 3-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്. നിങ്ങൾ മഹാനെന്ന് ചിന്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനെ ഞാനല്ലാതെ വേറെ ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ അത്രയ്ക്ക് വലിയൊരു സംഭവമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ആർ നത്തിങ്, നിങ്ങളൊന്നുമല്ല. മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, താൻ അല്പനായിരിക്കെ മഹാൻ എന്നൊരുവൻ ചിന്തിക്കരുത്. അപ്പോൾ നിങ്ങൾ മഹാനായതുകൊണ്ടല്ല അവനെ രക്ഷിക്കാൻ കഴിയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യനായതുകൊണ്ടാണ്. അതൊരു ശുശ്രൂഷയാണ്. കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ ശുശ്രൂഷ അനുഭവിക്കാനല്ല, എന്നാൽ മനുഷ്യരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുപ്പാനും വേണ്ടിയിട്ടാണ്. സോ അവനവൻ്റെ സ്വഭാവം, അവനവൻ്റെ മനോഭാവം, അവനവൻ്റെ പ്രവൃത്തികൾ, ഇവയൊക്കെയും തന്നെത്താൻ ഒരുവൻ ഏതു മനുഷ്യൻ, ഏതൊരു ദൈവപൈതലും തൻ്റെ പ്രവൃത്തികളെയും തൻ്റെ മനോഭാവത്തെയും തൻ്റെ സ്വഭാവത്തെയും തൻ്റെ വിശ്വാസത്തെയൊക്കെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മറ്റാർക്കുമില്ലാത്ത, താരതമ്യപ്പെടുത്താൻ കഴിയാത്ത ഒന്ന് തനിക്കുണ്ടെന്ന് മനസ്സിലായാൽ അതാണ് അവൻ ഏറ്റവും തൃപ്തി നൽകുന്ന ഒരു കാര്യം. ഇപ്പോൾ എന്നെയും വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അയാൾക്കില്ലാത്ത എന്തോ ഒന്നും എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കില്ലാത്ത എന്തോ ഒന്നും അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് പരസ്പരം തമ്മിൽ ശ്രേഷ്ഠരെന്നും തമ്മിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. ഓരോ മനുഷ്യനും അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അവനവൻ തന്നെ പ്രാപിക്കും. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ അവനവൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം അവനവൻ തന്നെ പ്രാപിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു ശ്രദ്ധേയമായ കാര്യം പൗലോസ് പറഞ്ഞു. ദോസ് ഹു ആർ ടോട്ട് ദ വേർഡ് ഓഫ് ഗാഡ് ഷുഡ് പ്രൊവൈഡ് ഫോർ ദയർ ടീച്ചേഴ്സ്, ഷെയറിങ് ഓൾ ഗുഡ് തിങ്സ് വിത്ത് ദം. വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കട്ടെ. ദോസ് ഹു ആർ ടോട്ട് ദ വേർഡ് ഓഫ് ഗാഡ് ഷുഡ് പ്രൊവൈഡ് ഫോർ ദയർ ടീച്ചേഴ്സ്. അവരുടെ അധ്യാപകർക്ക് അവർ പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് നന്മ, ഷെയറിങ് ഓൾ ഗുഡ് തിങ്സ് വിത്ത് ദം. അവരുമായിട്ട് പഠിപ്പിക്കുന്നവരുമായിട്ട് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കട്ടെ എന്നൊരു
പുതിയ നിയമത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തെ പൗലോസ് ഈ ഭാഗത്ത് പരിചയപ്പെടുത്തുകയാണ്. പ്രൈസ് ഗാഡ്. ഡോണ്ട് ബി മിസ്ലഡ് എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ നിങ്ങൾ തെറ്റായി നയിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? ദൈവത്തിന് പണം ആവശ്യമില്ല. നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന മനുഷ്യന് ഒരുപക്ഷെ നിങ്ങളുടെ നന്മയുടെ ഓഹരി ആവശ്യമുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നത്. വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കുമാറാകട്ടെ. സോ ആത്മീകമായ അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ച ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങൾക്കുള്ള ഭൗതികമായത് ഞങ്ങൾ കൊയ്യുന്നത് തെറ്റല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് മറ്റു ചില ഭാഗങ്ങളിൽ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ജഡപ്രകാരം ജീവിക്കുന്നവൻ, ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തെ. അടുത്ത് ഈ വിതയും കൊയ്ത്തിനെയും കുറിച്ചുള്ളൊരു പ്രിൻസിപ്പിൾ പൗലോസ് പറയുകയാണ്. Those who live only to satisfy their own sinful nature will harvest decay and death from that sinful nature. ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് മരണത്തെയും നാശത്തെയും കൊയ്യും. ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ നിന്ന് മാത്രം വിതയ്ക്കുന്നവൻ, ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം വിതയ്ക്കുന്നവൻ, ലൗകിക സൗഖ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിതയ്ക്കുന്നവൻ അതിൽ നിന്ന് നാശവും മരണവും കൊയ്യുന്നു. എന്നാൽ കൃപയ്ക്ക് അധീനമല്ലാത്ത, എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കും. ഇവിടെ വിതയും കൊയ്ത്തും നോഹയോട് കർത്താവ് പറയുമ്പോൾ ഭൂമി ഉള്ളിടത്തോളം വിതയും കൊയ്ത്തും ഉണ്ടാകും. അത് ഇന്നും ആ വിതയും കൊയ്ത്തും അവൈലബിളാണ്. നാം എന്ത് വിതയ്ക്കുന്നുവോ അതിൻ്റെ ഫലം നമുക്ക് കൊയ്യാൻ സാധിക്കും. നാം നന്മ വിതയ്ക്കുന്നെങ്കിൽ നന്മ നമുക്ക് കൊയ്യാൻ കഴിയും. സ്നേഹം നമ്മൾ വിതച്ചാൽ സ്നേഹം തന്നെ നമ്മൾ കൊയ്യും. ആത്മാവിൽ നിന്നുള്ള ഫലം, ആത്മാവിൻ്റെ ഫലത്തെ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലം പ്രകടമാക്കുക എന്നാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് നാം വിതയ്ക്കുമ്പോൾ, ഒരു മനുഷ്യനെ സഹായിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണെങ്കിൽ, ദൈവരാജ്യത്തിന് കൊടുക്കുന്നത് നിർബന്ധത്താലല്ല സ്നേഹത്തിൽ നിന്നാണെങ്കിൽ, ആത്മാവിൽ നിന്നാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്ക് കൊയ്യാൻ കഴിയുമെന്ന് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ആർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നാം മടുത്തു പോകരുത്. ഒരുപക്ഷെ നമ്മൾ ചെയ്ത നന്മയ്ക്ക് പെട്ടെന്ന് ആ നന്മ തന്നെ പ്രതിഫലമായി കിട്ടണമെന്നില്ല. നിങ്ങൾ നന്മ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രതിഫലമായി ഒരുപക്ഷെ തിന്മയായിരിക്കാം, അപവാദമായിരിക്കാം, അപമാനമായിരിക്കാം, തള്ളിക്കളയലായിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം ലഭിക്കുന്നത്. നിന്റെ നന്മ ചിലപ്പോൾ നീ വിതച്ച നന്മ പറവകൾ കൊത്തിപ്പോയതുപോലെ ആയിപ്പോകാം. ചിലത് മുള്ളിനിടയിൽ വീണേക്കാം, ചിലത് പാറസ്ഥലത്ത് വീണേക്കാം. പക്ഷേ ഈ ചിലത് നല്ല നിലത്ത് വീഴുക തന്നെ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ പറവ കൊത്തിക്കൊണ്ടുപോയതും പാറസ്ഥലത്ത് വീണതും അതുപോലെ വഴിയരികിൽ വീണത്, പാറസ്ഥലത്ത് വീണതും, മുള്ളിനിടയിൽ വീണത്, ഈ 3 അനുഭവങ്ങളെ നോക്കുന്നു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി ഫലം കൊടുത്തു. ആ നഷ്ടമായതിനേക്കാൾ ഇരട്ടി. അപ്പോൾ 3 സ്ഥലങ്ങളിൽ വീണത് നഷ്ടമായി. എന്നാൽ നല്ല നിലത്ത് വീണത് ആ 3 സ്ഥലങ്ങളിൽ നഷ്ടമായതിനെ പോലും തിരിച്ചു കിട്ടുന്ന വിധത്തിൽ ഒരു വലിയ സമൃദ്ധിയുടെ കൊയ്ത്താണ് ആ നല്ല നിലത്ത് വീണപ്പോൾ അതിൽ നിന്നുള്ള കൊയ്ത്തിൽ നിന്ന് കൃഷിക്കാരന് കിട്ടിയത്. അതെന്ത് പഠിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷീണിച്ചു പോകരുത്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം ഉടനെ ലഭിച്ചില്ലെങ്കിലും നാം നമ്മുടെ മേൽ കർത്താവ് വിട്ടിരിക്കുന്ന നന്മയെ, അത് എന്തുമായിക്കൊള്ളട്ടെ, ആ നന്മയെ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് തക്ക സമയത്ത് നമുക്കൊരു വലിയ സമൃദ്ധിയുടെ കൊയ്ത്ത് അതിനകത്ത് കിട്ടും. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെയും മനുഷ്യർക്ക്, അത് ആവശ്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് ബൈബിൾ എടുത്തു പറയുന്നു, ആത്മീകരായ വിശ്വാസികൾക്ക്, ദൈവഭവനത്തിലെ അംഗങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ നന്മ ചെയ്യുക എന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ചാൻസ് കിട്ടുമോ അപ്പോഴൊക്കെ നന്മ ചെയ്യുക. അടുത്ത 11-ാം വാക്യം മുതൽ താഴോട്ട് ലേഖനത്തിൻ്റെ, ഈ മൊത്തം ലേഖനത്തിൻ്റെയും ഉപസംഹാരവും സംക്ഷിപ്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫൈനൽ അഡ്വൈസാണ്, പൗലോസിൻ്റെ അവസാനത്തെ ഉപദേശങ്ങളാണ് 11-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ 11-ാം വാക്യത്തിൽ പറഞ്ഞ, എൻ്റെ സ്വന്തം കൈയക്ഷരത്താൽ, notice what large letters I use as I write these closing words
ഇൻ മൈ ഓൺ ഹാൻഡ് റൈറ്റ്. ഈ അവസാന വാക്കുകൾ എൻ്റെ സ്വന്തം കൈപ്പടയിൽ ഞാൻ എഴുതുന്നു. ഒരുപക്ഷെ അത് പൗലോസ് സാധാരണയായിട്ട് ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ ശിഷ്യന്മാർ കൂടെ ഉള്ളവരാണത് പകർത്തി എഴുതാറുള്ളത്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും പകർത്തി എഴുതുകയും ചെയ്യാറുണ്ട്. ഇവിടെ അദ്ദേഹം പറയുക, ഞാൻ എൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ ഞാൻ എത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതുന്നു, ഇൻ മൈ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങളെ പരിച്ഛേദന ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്, വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ അതിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ച് പരിച്ഛേദന ചെയ്യുവാൻ നിർബന്ധിക്കുന്ന ചിലരുണ്ട്. അവരെന്തിനു വേണ്ടി നിർബന്ധിക്കുന്നതെന്നറിയാമോ? ജഡത്തിൽ ഒരു പ്രശംസ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഞാൻ ഇത്ര പേരെ ഞാൻ എൻ്റെ ഇടപെടൽ മൂലം, എൻ്റെ ഉപദേശം മൂലം, ഞാൻ ഈ ന്യായപ്രമാണം ഷെയർ ചെയ്തിട്ട്, ഞാൻ സത്യം പറഞ്ഞു കൊടുത്തിട്ട് ഇത്ര പേര് 100 പേര് പരിച്ഛേദനം ചെയ്തു. അപ്പോൾ അതിനൊരു ക്രെഡിറ്റാണ്. ഇന്ന് പലരും ഞാൻ എത്ര ആളുകളെ സ്നാനപ്പെടുത്തി എന്നുള്ള എണ്ണം എടുക്കുന്നത് പോലെയും എത്ര ആളുകൾക്ക് ട്രാക്റ്റ് കൊടുത്തു, ഇതൊക്കെ ഒരു എണ്ണം എടുത്ത് പ്രശംസിക്കാൻ പറയുന്നത് പോലെ, അതൊക്കെ ജഡത്തിലൊരു പ്രശംസ പോലെ. നന്മ ചെയ്യുന്ന നല്ലതാണ്, പക്ഷേ ഒരിക്കലും അത് ജഡത്തിന് ഒരു പ്രശംസയ്ക്കായി കാരണമാകരുത്. സോ പൗലോസ് ഇവിടെ പരിച്ഛേദന ചെയ്യാൻ നിർബന്ധിക്കുന്ന ആളുകളെക്കുറിച്ച് ഗലാത്യ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മീക വർധന വേണ്ടിയിട്ട്, ആത്മീകമായ ഒരു ഗുണവും അതിൽ നിന്ന് ലഭിക്കാനില്ല. മറിച്ച് അവർക്കതൊരു പ്രശംസയാണ്. അവർക്ക് പേരും പുകഴ്ചയും കിട്ടാൻ വേണ്ടി നിങ്ങളെ അവർ കരുവാക്കുകയാണ്. നിങ്ങളെ പരിച്ഛേദന കഴിപ്പിച്ചിട്ട് അതിലവർക്ക് പ്രശംസിക്കണം, അതിലവർക്കൊരു പേരെടുക്കണം, അതിലവർക്കൊരു പ്രശംസ ഉണ്ടാകണം. അപ്പോൾ കൃപയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളുണ്ടെന്ന്. ആ കാലഘട്ടത്തിൽ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ന്യായപ്രമാണ കർത്താക്കളിൽ നിന്ന് ഭയങ്കര ഉപദ്രവം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയാണ് ഇങ്ങനെ ചിലരെയൊക്കെ ഈ പരിച്ഛേദനയിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുന്നതെന്നും പൗലോസ് പറയുകയാണ്. എന്നാൽ എനിക്ക് എന്തിലാണ് പ്രശംസ? എനിക്ക് നിങ്ങളെ പരിച്ഛേദന എടുപ്പിച്ചിട്ട് കുറേ പ്രശംസിച്ചിട്ട് കാര്യമില്ല. എനിക്കെന്താണ് പ്രശംസ? എൻ്റെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ എനിക്ക് പ്രശംസിപ്പാനില്ല. മറ്റൊന്നിലും എനിക്ക് പ്രശംസിപ്പാനില്ല. കാരണം എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് പ്രശംസിക്കാനുള്ളത്. അതിനൊരു കാരണം പറയുന്നുണ്ട്. ആ ക്രൂശിലാണ് ഞാൻ പാപസംബന്ധമായി മരിച്ചത്. അവിടെയാണ് എൻ്റെ ജഡം ക്രൂശിക്കപ്പെട്ടത്. എൻ്റെ മേൽ ഇനി പാപത്തിന്, ഇനി ന്യായപ്രമാണത്തിന് വാഴ്ച നടത്തുവാൻ കഴിയാത്ത വിധം, എൻ്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്കോ ജഡിക ഇഷ്ടങ്ങൾക്കോ എൻ്റെ മേൽ വാഴ്ച നടത്തുവാൻ കഴിയാത്ത വിധം പാപത്തെയും ന്യായപ്രമാണത്തെയും പൂർണ്ണമായി ക്രൂശിച്ച് കളഞ്ഞത് ആ ക്രൂശിലാണ്. അതുകൊണ്ട് മൈ ബോസ്റ്റിംഗ്, എൻ്റെ അഭിമാനം, ഞാനൊന്ന് അഭിമാനിക്കുന്നത്, ഞാൻ അഭിമാനം കൊള്ളുന്നത് ക്രൂശിലാണ്. ഞാൻ പ്രശംസിക്കുന്നത് ക്രൂശിലാണ്. ഏറ്റവും അവസാനം 15-16 വാക്യങ്ങളിൽ താൻ പറയുകയാണ്, എന്നെ സംബന്ധിച്ച് പരിച്ഛേദനയോ അല്ലെ അഗ്രചർമ്മമോ ഒന്നുമല്ല. പരിച്ഛേദന ഉള്ളവനാണോ എന്ന് വെച്ചാൽ യഹൂദനാണോ യവനനാണോ, പരിച്ഛേദന കഴിച്ചവനാണോ പരിച്ഛേദന കഴിക്കാത്തവനാണോ, ഇതൊന്നും ഒരു തരത്തിലുമുള്ള ക്വാളിറ്റി ആയിട്ടും പൗലോസ് കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എൻ്റെ വിഷയം എന്താണ്? ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയാണ്. ഒരു പാപിയെ നീതിമാനാക്കി തീർക്കുന്ന, വിശ്വാസത്താൽ വ്യാപരിക്കുന്ന, സ്നേഹത്താൽ വ്യാപരിക്കുന്ന ആ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതിനോട് യോജിക്കുകയും അതിനെ ആ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് കരുണയും പ്രസാദവും സമാധാനവും പ്രാപിക്കും. അവരാണ് യഥാർത്ഥ ഇസ്രായേല്യർ. ആമേൻ. ആരാണോ കർത്താവിൽ വിശ്വസിക്കുന്നത്, ക്രൂശിൽ പ്രശംസിക്കുന്നത്, അവരാണ് യഥാർത്ഥ ഇസ്രായേല്യർ. അവർക്കാണ് ദൈവത്തിൻ്റെ പ്രസാദവും സമാധാനവും ലഭ്യമാകുന്നത് എന്ന് താൻ പറഞ്ഞു നിർത്തുകയാണ്. അവസാനം താൻ ഇനി ആരും എന്നെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വാക്കുകൾ, തെറ്റായ വാർത്തകൾ മറ്റൊരാളിൽ നിന്ന് കേട്ട് മുറിവേൽപ്പിക്കപ്പെടാൻ തക്കവണ്ണം എന്നെ ആരും ഉപദ്രവിക്കരുത്. കാരണം ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. കാരണം അന്നത്തെ ആ കാലഘട്ടത്തിലെ ജാതീയ സഭയ്ക്ക് വേണ്ടി യഹൂദന്മാരിൽ നിന്ന്, യഹൂദ പാരമ്പര്യവാദികളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ കഴിയാത്ത കഷ്ടതയുടെ ബാക്കി പൗലോസ് അനുഭവിക്കുന്നുണ്ടെന്ന് താൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞ് പൗലോസ് ഈ ലേഖനത്തെ അവസാനിപ്പിക്കുകയാണ്. സോ ഇതാണ് ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞ കാര്യം. ദയവായി വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടും മറ്റുള്ളവരോടും ഷെയർ ചെയ്യുക. ഇതിനെ വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ആ ലേഖനത്തെ നന്നായി മനസ്സിലാക്കുക. നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. ആഴമേറിയ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. കാരണം സമയം ഒത്തിരി ആകുമെന്നുള്ളത് കൊണ്ട് ഔട്ട്ലൈൻ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഗാഡ് ബ്ലെസ് യു. നമുക്ക് വീണ്ടും കാണാം. ആമേൻ.